അറബി അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്ത കുത്ത അണിഞ്ഞതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്തു. അറബി അക്ഷരങ്ങൾ വായിക്കാനറിയാത്ത പാകിസ്ഥാനികൾ ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പെൺകുട്ടിയെ കൊല്ലണം, വസ്ത്രം ഉടൻ അഴിച്ചു വാങ്ങണമെന്ന ആവശ്യവുമായി തടിച്ചുകൂടിയത്. ഭർത്താവുമായി ലാഹോറിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് പെൺകുട്ടി. അവരൊരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോഴാണ് ജനക്കൂട്ടം അവരെ വളഞ്ഞത്. അറബിക് പ്രിൻ്റുള്ള കുർത്ത അണിഞ്ഞതിൻ്റെ പേരിലായിരുന്നു ഈ കോലാഹലം. ആ വസ്ത്രത്തിൽ പ്രിൻ്റ് ചെയ്ത അറബിക് വാക്കിൻ്റെ അർത്ഥം മനോഹരം എന്നായിരുന്നു. ഇതൊന്നും അറിയാത്ത പാകിസ്ഥാനികൾ അറബി അക്ഷരങ്ങൾ കണ്ട ഉടനെ ഖുർആനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ആക്രമിക്കാനായി തടിച്ചുകൂടുകയായിരുന്നു. ഒടുവിൽ പെൺകുട്ടിയെ രക്ഷിക്കാൻ കടക്കാരന് ഷട്ടർ ഇടേണ്ടി വന്നു. ഏതായാലും കൃത്യസമയത്ത് വനിതാ പോലീസ് ഓഫീസറായ നാക്കി സംഭവസ്ഥലത്ത് എത്തിയത് പെൺകുട്ടിക്ക് രക്ഷയായി. അവർ ഒരുവിധത്തിൽ ജനക്കൂട്ടത്തെ പറഞ്ഞു മനസ്സിലാക്കിച്ച് പെൺകുട്ടിയെ പോലീസ് പ്രൊട്ടക്ഷനോടെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആൾക്കൂട്ടക്കൊല പുതുമയുള്ള കാര്യമല്ല. മതനിന്ദ ആരോപിച്ച് 1990 ശേഷം ഏതാണ്ട് 85ഓളം പേരെയെങ്കിലും ഇവർ കൊന്നിട്ടുണ്ടാകും. നിരപരാധികൾ ആൾക്കൂട്ടത്താൽ കൊല്ലപ്പെടുന്നു എന്നതിലുപരി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ആൾക്കൂട്ടം വളഞ്ഞു എന്നാൽ തികച്ചും ഭയക്കേണ്ട ഒരു സാഹചര്യമാണ്. വനിതാ പോലീസ് ഓഫീസർ പെൺകുട്ടിയെ ബുർഖയിൽ പൊതിഞ്ഞ് നേരെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം അറബറിയുന്ന മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഇത് ഖുർആനല്ല അറബി വാക്കുകളാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നിട്ടും അറബ് അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്ത കുർത്ത ധരിച്ചെന്ന പേരിൽ യാതൊരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയെക്കൊണ്ട് നിരുപാധികം മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. मैं इचरा बाजार गई और मैंने ये जो कुर्ता पहना था ये मैंने डिज़ाइन समझ के लिया है. मुझे नहीं पता था उस पर कुछ इस तरह का लिखा है जिससे लोग ये समझेंगे कि ये शायद कोई अरबी लिखी है. और मेरी ऐसी कोई नियत नहीं थी और ये जो भी हुआ ला इल्मी में हुआ है, लेकिन मैं फिर भी माफ़ी मांगती हूँ. कुरान सुन्नत और नाउज़ बिल्लाह हम सोच भी नहीं सकते मुसलमान होकर कि हम गुस्ताखी करेंगे या गुस्ताखी रसूल करेंगे. ഇവിടെയും തീർന്നില്ല പാകിസ്ഥാനികളുടെ കലിപ്പ്. അവർ അറബി അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്ത വസ്ത്രങ്ങൾ ഇറക്കുന്ന കുവൈറ്റി കമ്പനിയെ അധിക്ഷേപിക്കാൻ തുനിഞ്ഞു. ഗതികെട്ട കമ്പനി ഒടുവിൽ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നു. അറബി തങ്ങളുടെ സ്വന്തം ഭാഷയാണെന്നും അതിലെ അക്ഷരങ്ങളും വാക്കുകളും ഉപയോഗിച്ച് പല പ്രിന്റിലുള്ള വസ്ത്രങ്ങളും ഇറക്കാറുണ്ട്. അതിലെ വാക്കിൻ്റെ അർത്ഥം മനോഹരമെന്നാണ്, അല്ലാതെ ഖുറാനിലെ വരികളല്ല അത്. കൂടാതെ തങ്ങൾ ആഗോളതലത്തിൽ വസ്ത്രങ്ങൾ വിൽക്കുന്നില്ല. നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങളെ അലോസരപ്പെടുത്തുന്നു. അതിനാൽ പാകിസ്ഥാനികൾ ഞങ്ങളുടെ കമ്പനിയെ ഫോളോ ചെയ്യുകയോ മെസ്സേജുകൾ അയക്കുകയോ ചെയ്യരുതെന്ന് കമ്പനി കർശന നിർദ്ദേശവും ഇറക്കി. മതം പറഞ്ഞുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ കടന്നുകയറ്റം അറബ് രാജ്യങ്ങളെ പലപ്പോഴും വല്ലാതെ അലോസരപ്പെടുത്താറുണ്ട്. മിക്കപ്പോഴും അവർ പരസ്യമായി വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇവരെ താക്കീത് ചെയ്യാറുമുണ്ട്. എന്നാലും ഇവർ ശീലം ഉപേക്ഷിക്കാറില്ല. അക്ഷരങ്ങളും വാക്കുകളും പ്രിന്റ് ചെയ്ത വസ്ത്രങ്ങൾക്ക് ഫാഷൻ ലോകത്ത് എന്നും ഒരു ഡിമാൻഡുണ്ട്. ഈ അടുത്ത് മലയാളം ഉടുപ്പിലും നടപ്പിലും എന്ന സന്ദേശവുമായി കേരള സർക്കാർ സാംസ്കാരിക മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷൻ മലയാള അക്ഷരങ്ങൾ കൊണ്ട് പ്രിന്റ് ചെയ്ത് സെറ്റ് സാരികൾ പോലും വിപണിയിലിറക്കിയിരുന്നു. ഭാഷയുടെ പ്രചരണവും വളർച്ചയുമാണ് ഇത്തരം ആശയങ്ങൾക്ക് പിന്നിൽ പ്രചോദനമാകുന്നത്.